ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ് ഗുഡ് ബാക്ടീരിയ, ചീത്ത ബാക്ടീരിയ, അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ് മുതലായവയൊക്കെ. എന്താണ് ഈ ഗുഡ് ബാക്ടീരിയ അല്ലെങ്കിൽ നല്ല ബാക്ടീരിയ, അതുപോലെ പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, ഇതൊക്കെ എന്താണ്? ഞാൻ ഡോക്ടർ ഷംലീന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം പറയുമ്പോൾ പലരും പറയുന്നതാണ് ഞാൻ പ്രോബയോട്ടിക്സ് കഴിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഗുഡ് ബാക്ടീരിയ കുറവാണ് ഡോക്ടറെ, ചീത്ത ബാക്ടീരിയ കൂടുതലാണ് ഡോക്ടറെ എന്നൊക്കെ. ശരിക്കും എന്താണ് ഈ ഗുഡ് ബാക്ടീരിയ? നമ്മുടെ വയറിൽ ഒരുപാട് അണുക്കൾ, അതായത് ബാക്ടീരിയകളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാവുന്ന അത്ര ഉണ്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ഇതിൽ തന്നെ നമ്മുടെ വയറിന് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. ഗുഡ് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നിലനിർത്തും എന്നുണ്ടെങ്കിൽ, ചീത്ത ബാക്ടീരിയ അതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ദഹനത്തെ സാവധാനത്തിലാക്കും, അതുപോലെ നമ്മുടെ കുടലിന് മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടുവരും, ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കൊണ്ടുവരും, വയറ് വീർക്കുന്നത് പോലെ കൊണ്ടുവരും. ഇതൊക്കെ ചീത്ത ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ഈ ചീത്ത ബാക്ടീരിയയും നല്ല ബാക്ടീരിയയും ഉണ്ടാകുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിലൂടെ തന്നെയാണ്. നമ്മുടെ ഈ പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്, ഷുഗറിൻ്റെ അമിത ഉപയോഗം, മദ്യപാനം, പുകവലി, അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തുകോരിയ ഐറ്റംസ്, ഹോട്ടൽ ഫുഡ്സ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ചീത്ത ബാക്ടീരിയനെ കൂട്ടാൻ സഹായകമാവും. ശരിക്കും ചീത്ത ബാക്ടീരിയ കുറഞ്ഞിട്ട് ഗുഡ് ബാക്ടീരിയ കൂടുതലായിട്ട് വരികയാണ് വേണ്ടത്. ഗുഡ് ബാക്ടീരിയ, നല്ല ബാക്ടീരിയ ഒരുപാട് ശരീരത്തിൽ നമ്മുടെ കുടലിൽ ഉണ്ടായാലാണ് ശരിയായ രീതിയിൽ ദഹനം നടക്കുകയും വയറു സംബന്ധമായിട്ടുള്ള മറ്റു അസുഖങ്ങളെല്ലാം ഇല്ലാതിരിക്കുകയും ചെയ്യുക. ഈ നല്ല ബാക്ടീരിയ ശരീരത്തിൽ ഒരുപാട് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട്, ഏറ്റവും ലഘുവായിട്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടാവുന്ന ഒന്നാണ് തൈര്. തൈര് നമുക്ക് അത്ര ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് വിലപിടിപ്പുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് തൈര്. പലരും ഈ തൈരിൻ്റെ ഗുണങ്ങൾ അറിയാതെയാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും തൈര് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല പ്രോബയോട്ടിക്സ്. നമ്മുടെ ശരീരത്തിന് വേണ്ട, നമ്മുടെ വയറിന് വേണ്ട നല്ല ബാക്ടീരിയകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് തൈര്. തൈര് ഒരു നല്ല പ്രോബയോട്ടിക്കാണ്. അതുപോലെ തന്നെ മോര്, ഫെർമെൻറ്റഡ് ഫുഡ്, അതായത് നമ്മൾ പുളിപ്പിച്ചുണ്ടാക്കുന്നത്, രാവിലെ ഉണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലി, പാലപ്പം പോലുള്ള പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളെല്ലാം പ്രോബയോട്ടിക്സ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ഈ നല്ല ബാക്ടീരിയകൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ ഒരുപാടാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ദഹനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നല്ല ബാക്ടീരിയയുടെ അളവ് നന്നായിട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസിൻ്റെ കൺട്രോൾ നിലനിർത്താനും ഗുഡ് ബാക്ടീരിയ സഹായകമാവുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഗുഡ് ബാക്ടീരിയയുടെ അളവ് നല്ല രീതിയിൽ വേണം. അതുപോലെ തന്നെ നമ്മുടെ തൊലിപ്പുറത്ത്, നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലും ഗുഡ് ബാക്ടീരിയ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഈ ഗുഡ് ബാക്ടീരിയ, ബാഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞതുപോലെ ഇനിയുള്ളതാണ് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും. എന്താണ് ഈ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും? പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന നല്ല ബാക്ടീരിയകൾ, ഇതിനെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടുള്ളത് തൈര്, മോര് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലൊക്കെയാണ്. അതുപോലെ പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രോബയോട്ടിക്സ്, അതായത് ഗുഡ് ബാക്ടീരിയ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് നാരുകൾ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലമാണ് ഈ പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ ഗുഡ് ബാക്ടീരിയ ധാരാളമായിട്ട് ഉണ്ടാകുന്നത്. ഇതിന് കാരണക്കാരായിട്ടുള്ള ഭക്ഷണങ്ങളെയാണ് നമ്മൾ പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, ഇതെല്ലാം കഴിക്കുന്നത് മൂലം നമ്മുടെ നല്ല ബാക്ടീരിയ ധാരാളമായിട്ട് ഉണ്ടാവാൻ കാരണമാവും. നമ്മുടെ ശരീരത്തിൽ ഈ നല്ല ബാക്ടീരിയ കുറഞ്ഞാൽ എന്താണ് പ്രശ്നം? പ്രധാനമായിട്ടും ദഹന പ്രക്രിയ തന്നെയാണ് ബാധിക്കുന്നത്. നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കില്ല, വളരെ സ്ലോ ആയിട്ടുള്ളൂ നടക്കുക. അതുപോലെ മലബന്ധം വരാൻ ചാൻസ് കൂടുതലാണ്. ഗ്യാസ്ട്രിക് കംപ്ലയിൻസ്, നമുക്ക് വയറ് വീർക്കുക, വയറിനൊരു സ്തംഭനാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മുടെ തൊലിപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള അലർജി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു എപ്പോഴും ഒരു ക്ഷീണം, ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ, അങ്ങനെയൊക്കെ വരാൻ നമ്മുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയ കുറഞ്ഞാൽ കാരണമാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ നല്ല ബാക്ടീരിയ കുറയാൻ കാരണം? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നല്ല ബാക്ടീരിയ ശരീരത്തിൽ കുറയുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണ രീതി, അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി കൊണ്ട് തന്നെയാണ്. അതായത് ഇപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. ആ പുറത്തു നിന്ന് കഴിക്കുന്ന ഭക്ഷണം ഒന്നുകിൽ പിസ്സ, ബർഗർ, ഇല്ലെങ്കിൽ KFC, ഫ്രൈഡ്, ബ്രോസ്റ്റ്, അങ്ങനെയുള്ള ജങ്കായിട്ടുള്ള
ഭക്ഷണങ്ങളായിരിക്കും. അതിൻ്റെ കൂടെ കഴിക്കുന്നതായിരിക്കും കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്, ഇല്ലെങ്കിൽ അതുപോലെ അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ ഉപയോഗം. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം, കേക്ക്, പേസ്ട്രീസ് മുതലായിട്ടുള്ളത്. അതുപോലെ അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ ഉപയോഗം, പിന്നെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഉപയോഗക്കുറവ്, വെള്ളം കുടിക്കുന്നത് കുറവ്, അതുപോലെ തന്നെ ഉറക്കക്കുറവ്. പിന്നെയുള്ള പ്രധാനമായിട്ടുള്ള ഒന്നാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗവും നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളുടെ അളവ് കുറയാൻ കാരണമാകുന്നുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന പ്രോബയോട്ടിക് ഫുഡ്സാണ് തൈര്, മോര്, പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, ഞാൻ മുൻപ് പറഞ്ഞ പോലെ അപ്പം, ദോശ, ഇഡ്ഡലി മുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുമൂലം നമ്മുടെ ശരീരത്തിൽ ധാരാളം നല്ല ബാക്ടീരിയ ലഭിക്കാൻ കാരണമാവുന്നുണ്ട്. ദിവസവും ഒരു കപ്പ് തൈര് കഴിക്കുന്നത് നമ്മുടെ ചർമ്മം നല്ല രീതിയിൽ തിളങ്ങാനും, അല്ലെങ്കിൽ നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാനും, മലബന്ധമെല്ലാം വളരെ സുഗമമായിട്ട് നടക്കാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ദഹനം ശരിയായ രീതിയിൽ നടക്കാനും, നമ്മുടെ ചർമ്മത്തിന് ഒരു തിളക്കം, നല്ല രീതിയിൽ അലർജി കംപ്ലയിൻസ് ഒന്നും ഇല്ലാതെ ചർമ്മം നിലനിൽക്കാനും, അതുപോലെ നമ്മുടെ കുടലിൻ്റെ pH ശരിയായ രീതിയിൽ ശരിയായ അളവിൽ നിലനിൽക്കാൻ ഒക്കെ സഹായകമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുളിപ്പിച്ച ഭക്ഷണങ്ങളിൽ നിന്ന് വൈറ്റമിൻ ബിയും വൈറ്റമിൻ കെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തൈര്, മോര് എന്നിവയെല്ലാം നല്ല പ്രോബയോട്ടിക് ഫുഡാണ് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അതുപോലെ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലമാണ് നല്ല ബാക്ടീരിയകൾ ധാരാളം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും പറഞ്ഞു. ഈ നാരുകൾ ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ആൽമണ്ട്സ്, അത്തിപ്പഴം, ഓട്സ്, ചക്ക, ബനാന, പഴം, നേന്ത്രപ്പഴം കഴിക്കാം, അതുപോലെ പേരക്ക കഴിക്കാം. ഇതിലൂടെയെല്ലാം നമുക്ക് ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ പിന്നെ പച്ചക്കറികൾ ധാരാളം കഴിക്കാം, ഇലവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം. ഇതെല്ലാം കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നാരുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഈ നാരുകൾ ശരീരത്തിൽ ധാരാളം എത്തുന്നത് മൂലമാണ് നമുക്ക് മലബന്ധമൊന്നുമില്ലാതെ, ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കുടലിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഈ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കംപ്ലയിൻസുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചികിത്സ എങ്ങനെയാണെന്ന് വെച്ചാൽ ലളിതമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ, ഹോമിയോപ്പതി മരുന്നുകളിലൂടെ നിങ്ങളുടെ ഈ പറഞ്ഞ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ചികിത്സ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ രോഗിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകളെ പരിഗണിച്ച് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത പൊട്ടൻറ്റൈസർ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി വിളിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടെ, ഞാൻ ഡോക്ടർ ഷംലീന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.